ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. പാതിരാത്രി അനുമോളെ കൂട്ടം കൂടി നിന്ന് വട്ട് കളിപ്പിക്കുകയാണ് ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടി. ആദിലയാണ് മെയിനായിട്ട് മുന്നിൽ നിൽക്കുന്നത്. കാരണം ആദിലയ്ക്ക് അനുമോൾ ഒരു പണി കൊടുത്തിരുന്നല്ലോ കുറച്ചു നേരം മുമ്പ്. അതിനൊരു പ്രതികാരം എന്നോണം ആദില, നെവിൻ, പ്രവീൺ, ജിഷിൻ, ഷാനവാസ്, ആര്യൻ, നൂറ ഇവരൊക്കെ ഒരു പടയായിട്ട് നിന്നിട്ട് അനുമോളുടെ ആ ഒരു പ്ലാച്ചിപ്പാവയെ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട്. ആദ്യം ഷാനവാസ് ആണെന്ന് തോന്നുന്നു, അത് നെവിനാണെന്ന് അറിയില്ല, ആരൊരാൾ എടുക്കുന്നുണ്ട്. അനുമോള് പിന്നാലെ ഓടുന്നുണ്ട്. എന്റെ കുഞ്ഞിനെ താടാ എന്ന് പറഞ്ഞിട്ടാണ് ഓടുന്നത്. ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെ അനുമോളെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കണം, എന്നിട്ട് വാഴ എന്ന് വിളിക്കണം. അനീഷിനെ ഡീപ് സ്ലീപ്പിൽ നിന്ന് ഉണർത്തിയിട്ട് അനീഷ് ഒരു വാഴയാണ് എന്ന് പറയണം പോലും. പ്രവീണും പിന്നെ ഈ ഒരു ടീമും ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. അനീഷിനെ പാടി കേൾപ്പിക്കാൻ വേണ്ടി പാടുന്ന പാട്ടാണ്. വാഴ നല്ല വാഴ എന്ന വരികളിൽ തുടങ്ങുന്ന പാട്ടാണ്. അപ്പൊ അനുമോള് പറയുന്നുണ്ട് ഈ പാടുന്നവൻ ഒരു വാഴയാണല്ലോ എന്ന് പ്രവീണോടാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് അനുമോൾ ഇവര് പറയുന്നത് പോലെ ചെയ്യാത്തത് കൊണ്ട് അതിലേയും ഈ ഒരു ടീമും എന്തൊക്കെ തോന്നിയാസമാണ് കാണിക്കുന്നതെന്ന് അറിയാം. അത് എടുത്തുകൊണ്ട് ഓടുക, എടുത്ത് എറിഞ്ഞു കളിക്കുക, ഒന്നുമില്ലെങ്കിൽ അത് വേറൊരാളുടെ ഒരു സാധനമല്ല, ഇവരുടെ സാധനമാണേ വേണ്ടില്ല. എന്നിട്ട് അനീഷിന്റെ അടുത്ത് ഇവരുടെ പരാക്രമം മുഴുവൻ കാണിക്കുന്നുണ്ട്. ടൂത്ത് പേസ്റ്റ് കൊണ്ടുപോയി തേക്കുന്നുണ്ട് കാലില്, പിന്നെ ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ടുപോയി പൊത്തുന്നുണ്ട് അനീഷിന്റെ മുഖത്ത്. അനീഷെ വാഴ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ ചെവിയിൽ വിളിക്കുന്നുണ്ടാകത്തില്ല. അനീഷ് മയക്കത്തിലായിരുന്നു തോന്നുന്നു, അതോ എണീക്കാത്തതാണോന്നും അറിയില്ല. എന്തായാലും ആ ഒരു ബീൻ ബാഗിൽ നിന്ന് എണീപ്പിച്ചതിന്റെ കലിപ്പ് തീർക്കുന്നതാണ് കേട്ടോ ഇത്. എനിക്കിതൊക്കെ കണ്ടിട്ടാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇത് ഫണ്ണായിട്ട് എടുക്കണോ അതോ സീരിയസ് ആയിട്ട് എടുക്കണോ എന്ന് പോലും അറിയത്തില്ല. കാരണം ഇത് ഒരു രീതിയിലൊരു ബുള്ളിങ് തന്നെയാണ്. ഇത് കണ്ടിട്ട് ചിരിക്കാൻ തോന്നുന്നില്ല, കാരണം ഫണ്ണല്ല. ആ പാവം പിടിച്ച അനുമോൾ ആകെ ചെയ്തൊരു കാര്യം ഡ്യൂട്ടി ചെയ്യാതെ മടി പിടിച്ച് ഉറങ്ങി അതിലെ ഡ്യൂട്ടി ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു കാര്യമാണ്. അതിനായിട്ടാണ് അനീഷിനെ എണീപ്പിച്ച് കൊണ്ടുവന്നത്. അതൊരു പർപ്പസ് ഉണ്ട്, ഉദ്ദേശശുദ്ധിയുള്ള ഒരു കാര്യമാണ്. അതിനെന്തൊക്കെയാണ് ഇവർ ഈ കാണിക്കുന്നത്. എന്നിട്ട് അനുമോള് കരയുന്നുണ്ട്. കരയാൻ തുടങ്ങിയപ്പോൾ ആ ഒരു പ്ലാച്ചിപ്പാവെ ഷാനവാസ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയിരുന്നു രാത്രി ലൈവിനകത്ത്. എനിക്കൊന്നും അത്ര ഫണ്ണായിട്ട് തോന്നുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഡ്യൂട്ടി ചെയ്തില്ല അതില. അത് ചോദ്യം ചെയ്യാൻ വന്ന ആളെ പുച്ഛിച്ച് അപമാനിച്ച് വിടുകയും ചെയ്തു. എന്നിട്ട് ആ മനുഷ്യൻ പാവം ഉറങ്ങാൻ കിടന്നപ്പോ ഇങ്ങനെ പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുവാണ്. എത്ര നേരം ഇവരുടെ പരാക്രമം ഉണ്ടായിരുന്നറിയോ ലൈവിനകത്ത്. ഇതൊന്നും കണ്ടിട്ട് ആകെ ഒട്ടും തന്നെ പിടിച്ചില്ല. നെവിനും ആര്യനും എല്ലാവരും തന്നെയുണ്ട്. അത് അനീഷിന്റെ കാലയിൽ ഒരു ടൂത്ത് പേസ്റ്റ് പോലത്തെ എന്തോ ഒരു സാധനം തേക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഫുള്ളിങ്ങനെ വാഴ 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 എന്ന് തന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ് അനീഷിന്റെ ചെവിയില്. എന്നിട്ട് ആ പാട്ട് പാടുന്നുണ്ട്. അനുമോൾ എന്നിട്ട് ഇപ്പം കുറച്ചു മുമ്പാണ് ഉറങ്ങാനായിട്ട് കിടന്നത്. പ്ലാച്ചിപ്പാവയെ കെട്ടിപ്പിടിച്ചിട്ടാണ് അനുമോൾ ഉറങ്ങുന്നത്. അപ്പൊ ഇതൊക്കെയാണ്